പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ഈ കണ്ട വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം കല്ലൂർ സ്റ്റേഡിയത്തിൽ ഒരു വലിയ ഡാൻസ് പ്രോഗ്രാം നടക്കുകയുണ്ടായി. വേൾഡ് ഗിന്നസ് റെക്കോർഡിലേക്കാണ് ഈ ഒരു പ്രോഗ്രാം നടത്തിയത്. ഏകദേശം 12,000 ആളുകൾ പങ്കെടുത്ത ഒരു നൃത്ത പരിപാടിയായിരുന്നു. മൃദംഗനാദം എന്നായിരുന്നു ആ നൃത്ത പരിപാടിയുടെ പേര്. അപ്പോൾ അതിനകത്ത് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന് ഉള്ളൊരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഞെട്ടിക്കുന്ന വാർത്തയാണ്. അത് ഇങ്ങനെ പറ്റിച്ചെടുത്തിരിക്കുന്ന ഈ സാമ്പത്തികം എന്ന് പറയുന്നത് ഈവന്റ് മാനേജ്മെന്റും അതുപോലെ തന്നെ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഈ പ്രോഗ്രാം നടത്തിയ ആളുകളും ചേർന്നാണ്. അപ്പോൾ ഇതിന്റെ ബ്രാൻഡ് അംബാസിഡറായിട്ട് നിയമിച്ചിരുന്നത് ദിവ്യോണിയായിരുന്നു. അതായത് ദിവ്യോണിയാണ് ഇതിന് മെയിൻ ആയിട്ടുള്ള ഡാൻസർ. അപ്പോൾ ഏകദേശം 12,000 ആളുകൾ പങ്കെടുക്കുകയും അത് വേൾഡ് റെക്കോർഡായി മാറുകയും ചെയ്തു. ഇതിന് മുന്നേ ഉള്ള വേൾഡ് റെക്കോർഡ് തമിഴ്നാടിന്റെ പേരിലായിരുന്നു. ഇപ്പോൾ അത് കേരളത്തിന്റെ പേരിലേക്കായി മാറി. അപ്പോൾ ആ ഒരു സ്റ്റേജിലാണ് യുമാ തോമസ് MLA വീണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പിന്റെ കാര്യം പുറത്തേക്ക് വരുന്നത്. ആദ്യം നമുക്ക് ഈ പരിപാടിയിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിയുടെ മാതാവ് സംസാരിക്കുന്നത് നമുക്കൊന്ന് കേട്ടിട്ട് വരാം. പേരന്റ് എന്ന രീതിയിൽ നമ്മുടെ നൃത്ത വിദ്യാലയത്തിൽ പഠിക്കുന്ന കുട്ടികളുടെ മാതാപിതാക്കളിലേക്ക് എത്തിയ വിവരം എന്താണെന്ന് പറഞ്ഞാൽ, കേരളം തമിഴ്നാടിന്റെ റെക്കോർഡിനെ മറികടക്കാൻ വേണ്ടി 12,000 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട്, നർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പരിപാടിയാണ്. അപ്പൊ ഗിന്നസ് റെക്കോർഡ് ലക്ഷ്യമിട്ടുകൊണ്ട് കേരളം നടത്തുന്ന ഒരു പരിപാടി എന്ന നിലയിൽ ആ ഒരു വികാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ മക്കളെ അതിലേക്ക് വിടുന്നത്. ആദ്യഘട്ടത്തിൽ 2,000 രൂപ വാങ്ങിക്കുകയും പിന്നീട് 1,600 രൂപയോ 1,500 രൂപയോ പിന്നീട് ഇവർ വാങ്ങിക്കുകയും ചെയ്തു. ശരിക്കും 3,500 രൂപ ഒരു കുട്ടിയോട് ഇവർ വാങ്ങിക്കുമ്പോൾ 12,000 കുട്ടികളിൽ നിന്നും സംഘാടകരിലേക്ക് എത്തിച്ചേരുന്ന തുക എത്ര വലുതാണെന്ന് ചിന്തിക്കണം. അതായത് രക്ഷകർത്താക്കൾക്ക് പോലും ഈ പരിപാടി കാണണം എന്നുണ്ടെങ്കിൽ 2 തരം ടിക്കറ്റാണ് ഇവർ പറഞ്ഞിരുന്നത്. ഇത്രയും തുക വാങ്ങിയിട്ടും യാതൊരു സുരക്ഷാ നടപടികളും ഇല്ലാതെ ഈ പരിപാടി നടത്തുമ്പോൾ അമ്മ എന്ന നിലയിൽ ഇത് TV-യിൽ കാണുമ്പോൾ എനിക്കുണ്ടായിരുന്ന ആശങ്കകൾ ചെറുതായി. ഈ ഒരു പരിപാടിയുടെ പേര് വലിയ രീതിയിലുള്ള സാമ്പത്തിക തട്ടിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ അമ്മ മാത്രമല്ല, പല അമ്മമാരും ഇതുപോലുള്ള സാമ്പത്തിക ക്രമക്കേടിന്റെ ആരോപണമായിട്ട് ഇങ്ങനെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ട് പറയുന്നത്, ഒരു കുട്ടിയുടെ കയ്യിൽ നിന്നും 4,000 മുതൽ 6,000 രൂപ വരെ ഈ സംഘാടകർ വാങ്ങി എന്നാണ് പറയുന്നത്. മൃദംഗനാദം എന്ന് പറയുന്ന ഒരു ഡാൻസ് ഗ്രൂപ്പും അതുപോലെ തന്നെ ഈവന്റ് മാനേജ്മെന്റും കൂടെ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ഈ വേൾഡ് ഗിന്നസ് എന്നൊക്കെ പറയുന്നത് അതൊരു പ്രൈവറ്റ് പരിപാടിയാണ്, ഒരു ഗവൺമെന്റ് അംഗീകൃത പരിപാടിയല്ല. ഇതുപോലെ ഒരുപാട് റെക്കോർഡുകൾ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലുണ്ട്. അപ്പോൾ ഇതിനകത്തിലൊക്കെ ഈ പങ്കെടുക്കുക എന്ന് പറയുന്നത് അത് പെയ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് ഈ പങ്കെടുക്കുന്ന ആളുകളൊക്കെ പണം മുടക്കി തന്നെയാണ് പങ്കെടുക്കുന്നത്. ഒരുപാട് ഗിന്നസ് വേൾഡ് റെക്കോർഡുകളും അല്ലാതെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിലൊക്കെ ഒരുപാട് ആളുകൾ മണിക്കൂർ കണക്കിന് പാട്ട് പാടുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ഓരോ ഉപകരണങ്ങൾ മണിക്കൂർ കണക്കിന് വായിച്ച് അങ്ങനെയൊക്കെ റെക്കോർഡ് നേടുന്ന ആളുകളുണ്ട്. ഇതൊക്കെ അവരുടെയൊക്കെ സംഘാടകർ, അതായത് വേൾഡ് റെക്കോർഡ് എന്ന് പറയുന്ന ആ സംഘാടകരൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ പണം നൽകിയാൽ മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിപാടി ഗവൺമെന്റിന്റെ അധീനതയിലല്ല ഒരു രാജ്യങ്ങളിലും സംഘടിപ്പിക്കുന്നത്. ഇത് വ്യക്തിപരമായിട്ട് സംഘടിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോഴാണ് ഇവിടാണ് ഈ ഇവന്റ് മാനേജ്മെന്റും അതുപോലെ തന്നെ മൃദംഗ വിഷൻ എന്ന് പറയുന്ന ഈ ഡാൻസ് കമ്പനിയും ചേർന്ന് ഈ മാതാപിതാക്കളെയൊക്കെ വളരെ വിദഗ്ധമായിട്ട് പറ്റിച്ച് കാശുണ്ടാക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഇവരോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ മൃദംഗ വിഷൻ എന്ന് പറഞ്ഞ ഡാൻസ് കമ്പനി ഇവർക്കൊക്കെ ഓഫർ കൊടുത്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, തങ്ങളുടെ കുട്ടികൾ ഈ ഡാൻസ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന സമയത്ത് വേൾഡ് റെക്കോർഡ് ഹോൾഡർ ആവും. അപ്പോൾ അവർക്കൊരു സർട്ടിഫിക്കറ്റ് നൽകും. അതായത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരാൾ വേൾഡ് റെക്കോർഡിൽ പങ്കെടുത്ത് വേൾഡ് റെക്കോർഡ് നേടിക്കഴിഞ്ഞാൽ അതിനൊരു സർട്ടിഫിക്കറ്റും അതിനൊരു മെഡലൊക്കെ ലഭിക്കും. അത് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കൊക്കെ പറയാൻ പറ്റും, എനിക്ക് വേൾഡ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ ഈ വന്നിരിക്കുന്ന ഈ 12,000 ആളുകളിലെ ഭൂരിഭാഗം ആളുകളെയും പറ്റിച്ചത് ഈ ഒറ്റ കാരണം പറഞ്ഞാണ്. അതായത് നിങ്ങൾ ഇതിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിക്ക് വേൾഡ് റെക്കോർഡ് ലഭിക്കും, അപ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും ഒരു മെഡൽ ലഭിക്കും എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്തിൽ മെയിൻ ആയിട്ടുള്ള ആളുകൾക്ക് ഒരു ഒറ്റ സർട്ടിഫിക്കറ്റും ഒരു മെഡലും മാത്രമേ നൽകത്തുള്ളൂ. അല്ലാതെ ഈ 12,000 പേര് പങ്കെടുത്ത ആളുകളിലെ 12,000 പേർക്കും വേൾഡ് റെക്കോർഡിന്റെ ഭാഗമായിട്ട് അവർ ഈ നടത്തുന്ന സംഘാടകർ, അതായത് വേൾഡ് റെക്കോർഡ് നടത്തുന്ന സംഘാടകർ ഈ 12,000 ആളുകൾക്കും പ്രത്യേകമായിട്ട് മെഡലുകളോ സർട്ടിഫിക്കറ്റോ നൽകത്തില്ല. നമ്മളൊരു ഫുട്ബോൾ മത്സരമൊക്കെ എടുക്കുന്ന സമയത്ത് അതിൽ 11 പേരുണ്ട് എങ്കിൽ ആ മത്സരത്തിൽ ജയിക്കുന്ന ആ ടീമിന് എല്ലാവർക്കും മെഡലും സർട്ടിഫിക്കറ്റും നൽകും. അങ്ങനെയുള്ള ഒരു പരിപാടി ഈ വേൾഡ് റെക്കോർഡിൽ ഇല്ല. അപ്പോൾ ഒരാൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ഒരാൾ മാത്രമാണ് പങ്കെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അയാൾക്ക് മാത്രം നൽകും. അപ്പോൾ ഈ 12,000 ആളുകൾക്കൊന്നും നൽകത്തില്ല. അപ്പോൾ ആ രീതിയിൽ ഈ മാതാപിതാക്കളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഈ കുട്ടികളെ ഈ ഒരു പരിപാടിയിലേക്ക് ഈ സംഘാടകർ എത്തിച്ചത്. അപ്പോൾ എത്തിക്കുന്ന സമയത്ത് ഇവരെന്താ ചെയ്തത്, ഓരോ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും ഏകദേശം 4,000 മുതൽ
6,000 രൂപ വരെ വാങ്ങിയെടുത്തു എന്നാണ് ആരോപണമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ MLA ഇതിന്റെ പുറത്തുനിന്ന് വീണ് പരിക്കേറ്റതോടു കൂടിയാണ് ഇതിനകത്ത് കൃത്യമായി അന്വേഷണം വരികയും ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടൊക്കെ ഉണ്ടെന്നുള്ള ന്യൂസ് പുറത്തേക്ക് വരികയും ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കുന്ന സമയത്ത് അതിരൂക്ഷമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമക്കേടാണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിനകത്തിൽ ഈ വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നും, അതായത് ഡാൻസ് കളിക്കാൻ വന്നിരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്നും 4,000 മുതൽ 6,000 രൂപ വരെ വാങ്ങിക്കുമ്പോൾ ഏകദേശം 12,000 പേരെ ഉൾപ്പെടുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപ സംഘാടകരുടെ പോക്കറ്റ് വീഴും. അതോടൊപ്പം തന്നെ ജോയി ആലുക്കാസും അതുപോലെ തന്നെ കല്യാൺ സിൽസുമാണ് മെയിൻ സ്പോൺസർമാർ. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കല്യാൺ സിൽസ് ആണ് ഈ 12,000 പേർക്ക് ഡാൻസ് കളിക്കുന്നതിന് വേണ്ടിയുള്ള കോസ്റ്റ്യൂം, അതായത് ഇവരുടെ ആ കോസ്റ്റ്യൂം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഫ്രീ ആണോ അല്ലെങ്കിൽ ഈ സംഘാടകർ അവർക്ക് പൈസ കൊടുത്തു എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള വിവരമൊന്നും പുറത്തു വന്നിട്ടില്ല. അപ്പോൾ ഇവർക്ക് നൽകാം എന്ന് ഈ കല്യാൺ സിൽസ് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ പട്ടുസാരിയായിരുന്നു. എന്നാൽ ഇവർക്ക് കൊടുത്തിരിക്കുന്നത് വെറും കോട്ടൺ സാരിയാണ്. അത് ഡാൻസ് കളിക്കുമ്പോൾ തന്നെ അതിന്റെ നൂലൊക്കെ വലിഞ്ഞു പോകുന്നു എന്നാണുള്ള ആരോപണമായിട്ട് ഈ വിദ്യാർത്ഥികളുടെയൊക്കെ അമ്മമാരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ആയിരക്കണക്കിന് ആളുകളെയാണ് ഇത്തരത്തിൽ എത്തിച്ചത്. അപ്പോൾ ഇങ്ങനെ കൂടുതൽ ആളുകളെ എത്തിക്കുന്ന ചില ഡാൻസ് കമ്പനികളുണ്ട്. ഈ നൃത്ത അധ്യാപകർ ഇങ്ങനെ ചില ഡാൻസ് കമ്പനി പോലെ പലയിടങ്ങളിലും ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കൂടുതൽ വിദ്യാർത്ഥികളെ എത്തിക്കുന്നവർക്ക് ജോയി ആലുക്കാസിന്റെ വക ഒരു സ്വർണ്ണ നാണയം ഈ സ്റ്റേജിൽ വെച്ച് കൊടുക്കുമെന്നുള്ളൊരു ഓഫറും ഇവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരുപാട് വിദ്യാർത്ഥികളെ പെട്ടെന്ന് ഇവർക്ക് എത്തിക്കുവാൻ സാധിച്ചു. 12,000 പേരെ ഒരുമിപ്പിക്കാൻ അവർക്ക് സാധിച്ചു. അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള സാമ്പത്തിക തട്ടിപ്പിനെ കുറിച്ചും അതിലെ ഗുരുതരമായിട്ടുള്ള ചില വീഴ്ചകളെ കുറിച്ചൊക്കെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരാൻ ഉള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ MLA ഇതിന്റെ പുറത്തുനിന്ന് വീണ ആ ഒരു സാഹചര്യമാണ്. അതോടുകൂടിയാണ് അന്വേഷണം വരികയും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. MLA ഈ സ്റ്റേജിൽ നിന്നും വീണതിന് ശേഷമാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആ സ്റ്റേജ് പരിശോധിക്കുന്നത്. അപ്പോൾ അവർ കണ്ടെത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെറും കാറ്റാടിക്കട കൊണ്ടാണ് ഈ താൽക്കാലികമായിട്ട് ഈ സ്റ്റേജ് പണിഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തിലൊക്കെ വലിയ സാമ്പത്തിക ക്രമക്കേടാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം GCDA ആണ് ഈ ഒരു സ്റ്റേഡിയം എന്ന് പറയുന്നത്. സ്റ്റേഡിയം സാധാരണ ഒരു വെളിയിലുള്ള ആളുകൾക്ക് വേണ്ടി ഇങ്ങനെ പ്രോഗ്രാം നടത്തുവാൻ വേണ്ടി വിട്ടുകൊടുക്കുന്ന സമയത്ത് ഏകദേശം 12 ലക്ഷം രൂപയാണ് വാടകയായിട്ട് ഒരു ദിവസത്തേക്ക് വാങ്ങുന്നത്. എന്നാൽ ഇവിടെ 5 ലക്ഷം രൂപ മാത്രമേ ഈ സംഘാടകരുടെ കയ്യിൽ നിന്നും ഇവർ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതുകൂടാതെ ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾക്ക് വേണ്ടി 4,000 മുതൽ 6,000 രൂപ വരെ ഈ മാതാപിതാക്കൾ മുടക്കി. അപ്പോൾ അതിന് പുറമെ ഈ കുട്ടികളുടെ പ്രോഗ്രാം ഈ മാതാപിതാക്കൾക്ക് കാണണമെങ്കിൽ, സ്റ്റേജിൽ കയറി കാണണമെന്നുണ്ടെങ്കിൽ മുകളിൽ ഗാലറി ഇരിക്കുന്നതിന് 150 രൂപയുടെ ടിക്കറ്റും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇരുന്ന് കാണണമെങ്കിൽ 250 രൂപയുടെ ടിക്കറ്റും എടുക്കണം. അപ്പോൾ ആ പണത്തിന് പുറമെ ഈ ഒരു പണവും കൂടെ സംഘാടകർക്ക് നൽകണം. അപ്പോൾ ഏതൊക്കെ വിധത്തിൽ ഈ ഒരു പ്രോഗ്രാമിൽ നിന്നും ഈ സംഘാടകർ പണം ഉണ്ടാക്കാൻ പറ്റും ആ രീതിയിലൊക്കെ അവർ പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ കൃത്യമായി GST അടച്ചിട്ടില്ല, ഇതിനെ സുരക്ഷാ മുൻകരുതലുകൾ പാലിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം ഒക്കെ നടത്തുന്ന സമയത്ത് ഫയർഫോഴ്സിനെ അറിയിക്കണം, പോലീസിനെ അറിയിക്കണം, അതിന് ബന്ധപ്പെട്ട് സുരക്ഷാ ചുമതല വഹിക്കുന്ന എല്ലാ ആളുകളെയും അറിയിക്കണം. അവരൊക്കെ ഇത് മുന്നമേ പരിശോധിക്കണം. കൂടാതെ ഇത്തരത്തിലുള്ളൊരു സ്റ്റേജ്, ഒരു നില പൊക്കമുള്ള ഒരു സ്റ്റേജ് പണിഞ്ഞ് അതിൽ ജനപ്രതിനിധികൾ, മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ വന്നിരിക്കുന്നതാണ്. അപ്പോൾ സുരക്ഷാ ചുമതലയുള്ള ആളുകളൊക്കെ ഇത് മുന്നേ പരിശോധിച്ചില്ലേ എന്നുള്ളതാണ് ഇപ്പോൾ പൊതുസമൂഹം ചോദിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിന് ഒരു സുരക്ഷാ വേലിയൊന്നുമില്ല, അതായത് ഈ സ്റ്റേജിന് സുരക്ഷാ വേലിയൊന്നുമില്ല. അതുകൊണ്ടാണ് ഈ MLA ഇതിന്റെ പുറത്തുനിന്ന് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ യാതൊരു വിധമായിട്ടുള്ള മാനദണ്ഡങ്ങളും പാലിക്കാതെ ഇങ്ങനൊരു പ്രോഗ്രാം നടത്തിയത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നടത്തിയവർക്കെതിരെ കൃത്യമായ രീതിയിൽ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് പൊതുജനത്തിന്റെ അഭിപ്രായം. ഈ സംഘാടകരായിട്ടുള്ള ഈ മൃദംഗ വിഷൻ എന്ന് പറയുന്ന അതിന്റെ ഓണറിനെയും അതുപോലെ തന്നെ ഈവന്റ് മാനേജ്മെന്റ് ഓണറിനെയും കസ്റ്റഡി എടുത്തുവെങ്കിലും അവരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇതിന്റെ പിന്നിലുള്ള ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക ആരോപണം അന്വേഷിക്കേണ്ടതാണ്. GST വകുപ്പിന് ചില ആളുകളൊക്കെ പരാതി കൊടുത്തു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. വിവിധ രാജ്യങ്ങളിൽ വേൾഡ് റെക്കോർഡ് പ്രോഗ്രാമുകളൊക്കെ ധാരാളമായി നടക്കാറുണ്ട്. അത്തരം പ്രോഗ്രാമിലൊക്കെ പൊതുജനങ്ങൾക്ക് അത് കാണുവാൻ വളരെ സൗജന്യമായിട്ട് കാണുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഏതൊക്കെ രീതിയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കും, അതായത് ടിക്കറ്റ് വിറ്റും അല്ലാതെ സ്പോൺസർഷിപ്പിലും ഒക്കെ ഏതൊക്കെ രീതിയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കും, ആ രീതിയിലൊക്കെ ഈ ഒരു സംഘാടകർ പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അപകടം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള സാമ്പത്തിക തട്ടിപ്പും അതുപോലെ വലിയ വാർത്തയൊക്കെ ആയി തീരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അല്ലെങ്കിൽ ഇത് ആരും അറിയാതെ പോകേണ്ട ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മാതാപിതാക്കളുടെ കാര്യം തന്നെ എടുക്കാം. വളരെ കഷ്ടം പിടിച്ച ഒരു കാര്യമാണ്. അതായത് ഈ കാള പെറ്റൂന്ന് കേൾക്കുന്ന സമയത്ത് കയറെടുക്കുന്ന ഒരു സ്വഭാവമാണ് ഇവിടെ കേരളത്തിലുള്ള ചില മാതാപിതാക്കൾക്കുള്ളത്. അപ്പോൾ നൃത്തത്തിനൊക്കെ വളരെ അധികം പണം മുടക്കിയാണ് ചില ആളുകൾക്ക് വിടുന്നത്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിന് വരാൻ വേണ്ടി വണ്ടിക്കൂലി ഉൾപ്പെടെ 10,000 മുതൽ 20,000 രൂപ വരെ ചെലവാക്കിയ ആളുകളുണ്ട്. അതായത് ഈ കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള വിദ്യാർത്ഥി ഇതുപോലെ നൃത്തം അറിയാവുന്ന ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇങ്ങനെ സംഭവിക്കുന്ന സമയത്ത് വളരെ നാണക്കേടാണ്. ചില മാതാപിതാക്കളൊക്കെ വളരെ നാണക്കേട് കൊണ്ട് സംസാരിക്കാതിരിക്കുന്ന ആളുകളുമുണ്ട്. അപ്പോൾ ഇത്തരമുള്ള പ്രോഗ്രാമുകൾക്കൊക്കെ എന്താണ് നേട്ടം വരുന്നത്, അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡ് എന്താണ്, അതിൽ നിന്ന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്താണ്, അത്തരമുള്ള ഒരു കാര്യങ്ങളും അറിയാതെ എന്തെങ്കിലും കാര്യം കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ എത്ര പണം വേണമെങ്കിലും മുടക്കി അതിന്റെ പുറകെ നടക്കുന്ന ആളുകളെ
കുറ്റപ്പെടുത്താതെ യാതൊരു വിധമായിട്ടുള്ള തരവുമില്ല. അവിടെ വന്നിരിക്കുന്ന കൊച്ചു വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ചെറിയ കുഞ്ഞുങ്ങൾ വരെ ഉണ്ട് ഈ ഡാൻസ് കളിക്കാൻ വേണ്ടി. അവർക്കൊക്കെ കൃത്യമായ രീതിയിൽ ഭക്ഷണം കിട്ടിയില്ല, വെള്ളം കിട്ടിയില്ല. ഇവരൊരു ഫ്രൂട്ട് മാത്രമേ ഈ സംഘാടകരെ കൊടുത്തുള്ളൂ. മണിക്കൂർ കണക്കിന് ഈ സ്റ്റേഡിയത്തിൽ അവർ ചെലവഴിച്ചു. അതോടൊപ്പം തന്നെ ഈ സ്റ്റേഡിയത്തിൽ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഏകദേശം 10 മണിക്കൂറോളം എടുത്തു അവിടുത്തെ ട്രാഫിക് ജാം മാറുവാൻ വേണ്ടി. പല ആളുകളും 10 മണിക്കൂർ ഈ ട്രാഫിക് ജാമിലേക്ക് കടന്നതിന് ശേഷമാണ് ആ കൊച്ചി സിറ്റി വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ അത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വലിയ വീഴ്ചയാണ് ഇവിടെ സംഭവിച്ചത്. ഈ ഒരു വീഴ്ച പുറത്തു വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഒരു ജനപ്രതിനിധി അതിനെ പുറത്തു വന്ന് വീണ് ഗുരുതരാവസ്ഥയിലായതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കാര്യം ഒന്നും പൊതുസമൂഹം അറിയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായിട്ടുള്ള തർക്കവുമില്ല.